ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 16 ശ്ലോകം 3. ദക്ഷൻ്റെ 13 പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു. അതിൽ മൂർത്തി എന്ന പുത്രിക്ക് ധർമ്മദേവനിൽ നരനാരായണാവതാരത്തിൻ്റെ ഒരു ഫലം ദുഷ്ടനിഗ്രഹമാണ്. അത് വർണ്ണിക്കുന്നു 3-ാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തോ ശിഷ്ടൈകകങ്കടമമും നഹതാം സലീലം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സഹസ്രവത്സര തപഃ സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തോ ശിഷ്ടൈക കങ്കടം അമും നഹതാം സലീലം. ഭവന്തോ അവിടുന്ന് തന്നെയായ നരനാരായണന്മാർ സഹസ്രവത്സര തപഃ 1000 കൊല്ലത്തെ തപസ്സും സമരാഭിലവ്യെ 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന ഓരോന്നു വിധം കവചേഹി പരീതം 1000 പോർച്ചട്ടകളണിഞ്ഞ സഹസ്രകവചം ദൈത്യം സഹസ്രകവചൻ എന്ന അസുരനെ പര്യായ നിർമ്മിത തപഃ സമരു ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട് ശിഷ്ടൈക കങ്കടം കൃത്വ ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് അമും സലീലം നഹതാം ആ അസുരനെ അനായാസേന നിഗ്രഹിച്ചു. അവിടുന്ന് തന്നെയായ നരനാരായണന്മാർ 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട്